സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിപ്പോൾ കിട്ടിയൊരു അറിവാണ്. നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോകുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും കടമയാണ്. അദ്ദേഹം പോകണം, പുള്ളിക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടണം. പക്ഷെങ്കിൽ ഇവിടെ നല്ല നമ്പർ 1 ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചികിത്സയ്ക്ക് പുള്ളി എന്താ ഇവിടെ കിടക്കാതെ വിദേശത്തേക്ക് പോകുന്നത്? ഇവിടെ നമ്പർ 1 ചികിത്സയാണ്, ഇവിടെ പുള്ളി ചികിത്സിച്ച് മാതൃക കാട്ടണ്ടേ? അതില്ലാതെ പുള്ളി എന്തിനാണ് പോകുന്നത്? അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം, ഏതായാലും സ്ലാബ് ഇടിഞ്ഞ് വീണോ കെട്ടിടം ഇടിഞ്ഞ് വീണോ ഒന്നും നമുക്ക് മരിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓപ്പറേഷൻ സാധനങ്ങൾ വല്ലതും അകത്ത് കിടക്കും. ഇതൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി വിദേശത്തേക്ക്, അതോ ആൾ ഭരിക്കുന്ന നാട്ടിലേക്കാണ് പുള്ളി പോയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പാവം പിടിച്ച മന്ത്രി റിയാസിനെ എല്ലാവരും കൂടെ ക്രൂശിപ്പെടുത്തുന്നു. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂശിക്കാവോ? ഏതാ മുൻ ഭാര്യയെ ചവിട്ടി ഭിത്തിക്കൊട്ടിച്ച പാർട്ടിയെ പറ്റിയായി പറയുന്നത്. അതുപോലെ ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ശിവൻകുട്ടി ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. 958 എന്ന് പറയുന്നതിന് പകരം 9058 നല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യമായി സജി ചെറിയാൻ പറഞ്ഞത്. അതുപോലെ മന്ത്രി വീണ ജോർജ് ഇത്രയും പ്രഗത്ഭയായൊരു ആരോഗ്യമന്ത്രി ഇന്ന് കൊല്ലത്താക്കിയത് ബാക്കി എല്ലാവരും കൂടെ വന്ന് അവരുടെ പ്രവൃത്തി കൊണ്ടും അവർക്ക് തന്നെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടുപോയ ആശുപത്രിയിലായത്. ആ കൂട്ടത്തിൽ പുള്ളിയെ കൂടെ പുള്ളി ന്യായീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 പേരെ ന്യായീകരിച്ച് പുള്ളിയും കൂടെ അങ്ങ് ന്യായീകരണമായി. എന്നിട്ട് പുള്ളി ലാസ്റ്റിലൊരു ഒരു കാര്യം പറഞ്ഞു. ഒറ്റ പ്രതിപക്ഷ നേതാക്കന്മാരെ ഞങ്ങൾ വിചാരിച്ചാൽ ഇറങ്ങി നടക്കാൻ പോലും റോഡിൽ സമ്മതിക്കത്തില്ലെന്ന് പുള്ളിയുടെ ആ യഥാർത്ഥ ഇതൂടെ കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്.